പല്ലവിയായി. ആരോ പറഞ്ഞു, ആരോ പറഞ്ഞു, ഞാൻ കണ്ടതുരാക്കരമാണെന്നാരോ പറഞ്ഞു. ഏഴഴകും കൊണ്ടെഴുതിയതെല്ലാം. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. പറഞ്ഞ സമയത്ത് തന്നെ ഈ കല്യാണം നടന്നിരിക്കണം. വധു വേറെ ആരുമല്ല, മായ. അമ്മ എന്തായി പറയുന്നത്? അമ്മയ്ക്ക് വല്ല ബോധവും ഉണ്ടോ? അതും മായ. എന്താടാ നീ നിർത്തിയത്? ബാക്കി കൂടി പറയടാ. ഇല്ല അമ്മ, എനിക്ക് പറ്റില്ല. അതും അവളാ. ശരി, നിനക്കൊരു പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, അവളെ കല്യാണം കഴിക്കണമെന്ന് നീ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഒരു എതിർപ്പ് ഞാൻ കാണിച്ചില്ല. നിന്റെ ഇഷ്ടം എന്താ അത് നടക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. ഇന്ന് ഈ കല്യാണം ദിവസം വരെ കൊണ്ടെത്തിച്ചത് ആരാടാ? നിങ്ങൾ രണ്ടാളും കൂടിയല്ലേ? എന്നിട്ടിപ്പോ അവസാന നിമിഷം എവിടെ അവള്? ഞാൻ മായയോടെല്ലാം സംസാരിച്ചു. അവൾക്ക് എതിർപ്പൊന്നുമില്ല. മുഹൂർത്തത്തിന് സമയമായി. ഞാൻ മായയും കൂട്ടി മണ്ഡപത്തിൽ വരുമ്പോൾ നീ അവിടെ ഉണ്ടാവണം. മറിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എൻ്റെ പൊന്നുമായി ഈ അമ്മയെ കാണില്ല. ഞാൻ അത് പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് നിനക്കറിയാലോ. ഇനി എന്താ വേണ്ടെന്ന് നിനക്ക് തീരുമാനിക്കാം. അമ്മ, ഓഹോ, അപ്പോ നിനക്കെന്നെ കല്യാണം കഴിക്കണം അല്ലേ? പൊന്നു മോളെ മായേ, ഇനി നിന്റെ ജീവിതത്തിൽ നീ സന്തോഷം എന്താന്ന് അറിയില്ല. ഞാൻ നിന്നെ അറിയിക്കില്ല. മോളെ മായേ, അമ്മ എനിക്ക് വേണ്ട. അമ്മയുടെ മോളൊന്നും പറയണ്ട. അമ്മയുടെ കൂടെ വാ. മുഹൂർത്തത്തിന് സമയമായി. ദാ ഈ താലി വാങ്ങി വധുവിന്റെ കഴുത്തിലേക്ക് ചാർത്തുക. വിഷ്ണു, നീ ഇവിടെ നിൽക്കുകയാണോ? താഴെ എല്ലാവരും നിന്നെ തിരക്കുന്നുണ്ട്. നീ വാ. എന്തിനാ ഞാൻ അങ്ങോട്ട് വരുന്നത്? അവരുടെയൊക്കെ സഹതാപം കാണാനോ? വിഷ്ണു, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നീ പഴയതൊക്കെ ആലോചിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കാതെ. കഴിഞ്ഞതൊക്കെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. അല്ല, നന്ദ എവിടെ? നന്ദ മായയുടെ അടുത്തുണ്ട്. മായ, മായ, നീ കരയുവാണോ? എന്ത് പറഞ്ഞിട്ടാ ഞാൻ നിന്നെ സമാധാനിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ഇതായിരിക്കും നിനക്കും വിഷ്ണുവിനും വിധിച്ചത്. നന്ദ, മായ താനിങ്ങനെ വിഷമിക്കാതെടോ, എല്ലാം ശരിയാകും. മായ, ഞാൻ ഇറങ്ങട്ടെ. ഇടയ്ക്ക് ഇങ്ങോട്ട് വരാം. പോട്ടെ. പാവമായ, അതിനൊന്നും കരയാൻ കൂടി പറ്റണില്ല. എന്താ പറയേണ്ടത്? പേടിച്ച് വിറച്ച് നിൽക്കുക ആ പാവാതവിടെ. എനിക്ക് തോന്നുന്നു മായക്ക് ഒട്ടും താല്പര്യമില്ല ഈ കല്യാണത്തിന്. പിന്നെ എന്തിനാ അവൾ ഈ കല്യാണത്തിന് സമ്മതിച്ചെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. യാമിനി അമ്മ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് മായ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. യാമിനി അമ്മ എന്ത് പറഞ്ഞാലും അവളത് കേൾക്കും. അത്രയ്ക്ക് ഇഷ്ടമാണോ അവൾക്ക് മാലിനി അമ്മയെ? എനിക്ക് പേടി വിഷ്ണുവിനെയാണ്. അവൻ മായ വല്ലതും ചെയ്യുമെന്ന് പേടിയുണ്ട്. അവന്റെ ദേഷ്യം ഞാൻ പറയാതെ തന്നെ അബിക്കറിയാലോ. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അവിടെ യാമിനി അമ്മ ഉണ്ടല്ലോ, അമ്മ നോക്കിക്കോളും.
നിൽക്കുകയാണോ? ചെല്ല് വിഷ്ണുവിന്റെ അടുത്തേക്ക്. ഇനി മുതൽ അതാ നിന്റെ റൂം. അമ്മ, ഇതല്ല എന്റെ റൂം. ഞാൻ ഇവിടെയല്ലേ? അത് ഇന്നലെ വരെ. ഇനി അങ്ങോട്ട് അങ്ങനെയല്ല. നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് വേണം. അമ്മ പറഞ്ഞത് നമുക്ക് മനസ്സിലായോ? നീ എന്താടി ഇവിടെ എന്റെ ബെഡ്റൂമിൽ? അത് അമ്മ പറഞ്ഞിട്ടാ. ഓ, ഞാനത് മറന്നു. നീ എന്റെ ഭാര്യയാണല്ലോ അല്ലേ? ഇവിടെ അടുക്കള ഭാഗത്തുമെല്ലാം കിടക്കേണ്ടവള് എന്റെ ബെഡ്റൂമിൽ. കൊള്ളാം. എന്റെ ഭാര്യയാവാനുള്ള എന്ത് യോഗ്യതയാടി നിനക്കുള്ളത്? ഇറങ്ങിപ്പോടി എന്റെ റൂമിൽ നിന്ന്. എന്റെ കണ്ണി വന്ന് പോകരുന്നു. മോശം. ചെയ്തിട്ട് എന്നോട് ഒന്ന് കരയാൻ കൂടി എനിക്ക് പറ്റുന്നില്ല. ഇന്ന് ഈ ലോകത്ത് എന്റെ അച്ഛനും അമ്മയും ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവസ്ഥ വരില്ലായിരുന്നു. എന്റെ ജീവിതം അങ്ങോട്ട് എന്തായി തീരുമെന്ന് എനിക്കറിയില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല.